അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരെങ്കിലും രണ്ടവയവങ്ങളുടെ കുറ്റങ്ങളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് സംരക്ഷണവുമായി ജാമ്യം നിന്നാൽ അൽമനു ലഹു ബിൽ ജന്ന, അവന് സ്വർഗം ലഭ്യമാവും എന്ന കാര്യം ഞാനിതാ ഉറപ്പു തരുന്നു. ആ രണ്ട് അവയവങ്ങളിൽ ഒന്ന് മനുഷ്യൻ്റെ നാവും, മറ്റൊന്ന് അവൻ്റെ ഗുഹ്യസ്ഥാനവുമാണ്. നാവിലൂടെയാണ് എന്തും നേടിയെടുക്കുന്നത്. നാവ് മനുഷ്യർക്കാണല്ലോ ഇതര ജീവജാലങ്ങളെക്കാൾ ഏറെ ഉപകാരപ്പെട്ടത്. നാവില്ലാത്ത ജീവികളുണ്ടോ എന്ന സംശയമാണ്. എല്ലാ ജീവികൾക്കും നാവുണ്ട്, പക്ഷേ അതൊക്കെ ആഹാരം അകത്താക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ആഹാരം തേടണമെങ്കിൽ പോലും നാവ് അനിവാര്യമാണ്. അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൻ്റെ പ്രാരംഭത്തിൽ അവൻ മനുഷ്യർക്ക് നൽകിയ ഒരനുഗ്രഹമായി തന്നെ പറഞ്ഞത് അല്ലമഹുൽ ബയാൻ എന്നാണ്. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. കാരുണ്യവാനായ അല്ലാഹു തആല മനുഷ്യർക്ക് ഖുർആൻ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലമഹുൽ ബയാൻ, അവന് സംസാര വൈഭവം നൽകി. മനുഷ്യൻ്റെ പുരോഗതിയുടെ കാരണം, നാടുകളും സമുദായങ്ങളുമായി അവൻ വികസിക്കാനുള്ള കാരണം, വ്യാവസായികമായ പുരോഗതികളുടെ കാരണം, ഭരണ സംവിധാനങ്ങളുടെ കാരണം എല്ലാം മനുഷ്യൻ്റെ സംസാരവുമായി, ആ കഴിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസാരിക്കുക എന്നത് മനുഷ്യൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് പോലും, അവൻ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാകുന്ന ഏറ്റവും വലിയ ഒരു വിശേഷണമായിട്ട് പോലും പറയപ്പെടാറുണ്ട്. ഈ സംസാരം അല്ലാഹു തആലയുടെ തീരുമാനങ്ങൾക്കനുസൃതമാക്കി മാത്രമേ നാം ഉപയോഗപ്പെടുത്താവൂ. ഇത് സ്ത്രീകളോടും പുരുഷന്മാരോടും ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു സംഗതിയാണ്. വിശിഷ്യ സ്ത്രീകളോട്. സ്ത്രീകളുടെ ഒരു സ്വഭാവം സ്ഥിരമായിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക എന്നതാണെന്ന് പറയപ്പെടാറുണ്ട്. അയൽവാസികൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുന്നു, എന്നിട്ടവർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഭക്ഷണം പാചകം ചെയ്തത്, ആ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, റമളാനിൻ്റെ ഈ ഒഴിവുകാലം പ്രത്യേകിച്ച് സമാനമായ സംഗതികൾക്ക് വേണ്ടി സ്ത്രീകൾ കുറേ ഒഴിഞ്ഞു വെക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് സംസാരങ്ങളിൽ വരുന്ന വൃത്തികേടുകളുടെ ഉപേക്ഷ അവർ കാണണം. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് സത്യസന്ധത എന്ന് പറയുന്നത്. സുദുഖ്, സത്യസന്ധത. നാം ഒരിക്കലും കള്ളം പറയാൻ ഉപയോഗിക്കരുത്. ശരീരത്തിൻ്റെ ഒരവയവവും, നാവ് എന്നത് കേവലം സംസാരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമല്ല, ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളും ഇതുപോലെ സത്യമാണെന്ന് പറയാനും സത്യമല്ല എന്ന് പറയാനും ഉപയോഗപ്പെടുത്താൻ കഴിയും. മനുഷ്യൻ്റെ നാവ് പൊതുവായും അവൻ്റെ അവയവങ്ങൾ പ്രത്യേകമായും ഓരോന്നും അല്ലാഹു തആല വിലക്കിയ അസത്യത്തിൽ നിന്ന് അവൻ ഒഴിച്ചു നിർത്തേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അതിനുള്ള സുവർണാവസരമാണ് നോമ്പ്. കാരണം റമളാനിലെ ഒരുപാട് സമയം ഇബാദത്തിലും നിസ്കാരത്തിലും തറാവീഹിലും ഖുർആൻ പാരായണത്തിലും ഒക്കെ ആകുമ്പോൾ പിന്നെ ബാക്കി വരുന്ന സമയം നല്ലത് വല്ലതും പറയാൻ വേണ്ടി ഉപയോഗിക്കുക. കള്ളം പറയരുത്. കള്ളം പറയുന്നവരെ ആരും ഇഷ്ടപ്പെടുകയില്ല. കള്ളം പറയുക എന്നത് ഒരു ദുസ്വഭാവമാണ്. ചെറുപ്പകാലത്തുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം എന്ന് ചോദിച്ചതുപോലെയാണ്. ചെറുപ്പകാലത്ത് കള്ളം പറഞ്ഞ് ശീലിച്ചവരാണ് എങ്കിൽ അവർ മുതിർന്നാലും കള്ളം പറയും, കള്ളം ചെയ്യും. കളവ് പറയുക എന്നത് മറ്റൊരാളെ വഞ്ചിക്കുക, മറ്റൊരാൾക്കെതിരായിട്ട് അക്രമങ്ങൾ നടത്തുക, ഇതിൻ്റെയൊക്കെ ഒരു അടയാളമാണ് കള്ളം പറയുക എന്നത്. അല്ലാഹു തആല പറഞ്ഞത് സത്യസന്ധരോട് കൂടെ ചേരാനാണ്. നമുക്കിടയിലുള്ള സത്യം പറയുന്ന മഹാന്മാർ, ഉന്നതന്മാർ, സത്യവിശ്വാസികൾ, അവരോട് കൂടെ ആയിരിക്കണം ഓരോരുത്തരും ചേരേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് കൂടെ നിങ്ങൾ ഉൾപ്പെടുകയും വേണം.
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെട്ടത് സത്യസന്ധനായിട്ടാണ്. നുബുവത്ത് ലഭ്യമാവുന്നതിന് മുമ്പ് 40 കൊല്ലം 40 കൊല്ലം എന്ന് പറയുന്നതിന് ശൈശവമുണ്ടായിരുന്നു, കൗമാരമുണ്ടായിരുന്നു, യൗവനവുമുണ്ടായിരുന്നു. ഈ കാലഘട്ടം മുഴുവൻ കണ്ടവരായിരുന്നു മക്ക നിവാസികൾ. നബിയുടെ ബാല്യം അനാഥമായ ബാല്യം. ഈ അനാഥ ബാല്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ വളർച്ചയും നോക്കിക്കാണുന്നവർ നബിയിൽ കണ്ട ഒരു പ്രത്യേകതയായിരുന്നു നബി കള്ളം പറയാറില്ല എന്നത്. അതുകൊണ്ട് തന്നെ അവർ നബിക്ക് സ്ഥാനമായിട്ട് സ്നേഹത്തോടുകൂടെ വിളിക്കുന്നത് അൽ അമീൻ, സത്യസന്ധൻ എന്നതായിരുന്നു. സത്യസന്ധൻ, സത്യസന്ധനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലം മുതലേ എല്ലാവരോടും സത്യം പറയും. ഒരാളെയും പറ്റിക്കുകയില്ല, ഒരാളെയും വഞ്ചിക്കുകയില്ല. ഏതൊരാളോടും നല്ലതു മാത്രം പറയും. ഇതുമാത്രമായിരുന്നു പ്രവാചകരുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നബി അവർക്കിടയിൽ അംഗീകൃതനായിരുന്നു. നബി അവർക്ക് ഇടയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. ഒരാൾ നബിയോട് ദേ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അയാൾ അയാളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി പോയി. തിരിച്ച് അയാൾ ആ കാര്യം മറന്നുപോയി, ഞാൻ ഇവിടെ നബിയെ നിർത്തിയിട്ടുണ്ട് എന്നത്. തിരിച്ചാ വഴി അയാൾ തിരിച്ചു വരുന്ന സമയത്ത് കുറേ സമയം കഴിഞ്ഞിരുന്നു. അപ്പോഴും നബി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതായത് ആ വ്യക്തിയോട് പാലിച്ച ആ മര്യാദ, അത് സത്യസന്ധമായിട്ട് പുലർത്തണം എന്ന ഒരു നിഷ്കർഷമായിരുന്നു നബിയുടെ വിജയം എന്ന് പറയുന്നത്. ഓർത്തു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന സുദ്ഖ യഹ്ദി ഇലൽ ബിർരി, സത്യം ഗുണത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ നമ്മൾ കയറി ചെന്നാൽ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ തന്നെയുള്ള ചെറിയ ചെറിയ കുട്ടികൾ, അവരുടെയൊക്കെ സംസാരത്തിൽ അവർ കള്ളം പറയുന്നത് കാണുമ്പോൾ നമ്മളതിനെ പരിഹസിക്കുകയും അല്ലെങ്കിൽ നമ്മളതിനെ അതൊരു വലിയ തമാശയായിട്ട് കാണുകയും ചെയ്യുകയാണ് പതിവ്. നമ്മൾ ആ കുട്ടികൾ ഒരു കള്ളമായി നീ അതെടുത്തോ എന്ന് ചോദിച്ചു, അപ്പോൾ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മോട് മാതാപിതാക്കളോട് ഈ കുട്ടി മറുപടി പറയുമ്പോൾ അത് കള്ളമാണെന്നറിയാം. പക്ഷേ ആ കള്ളത്തരത്തെ നമ്മൾ പലപ്പോഴും അതൊരു അത്ഭുതമായി അല്ലെങ്കിൽ അത് അവൻ്റെ ഒരു തമാശയായിട്ട് പറയാറാണ് പതിവ്. ഇത് അപകടമാണ്. ആ കുട്ടിയുടെ ആ ചെറിയ മനസ്സ് അറിയാതെ സംഭവിക്കുന്ന ഒരു കളവായേക്കാം. പക്ഷേ അവനെ സത്യസന്ധത ബോധ്യപ്പെടുത്തണം. സത്യസന്ധത ഗുണത്തിലേക്കേ നയിക്കുകയുള്ളൂ. ജീവിതത്തിൻ്റെ ഗുണം, പരലോക ഗുണം, എല്ലാവരുടെയും ഇഷ്ടം, ഇതാണ് സത്യസന്ധത. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, എല്ലാ ഗുണങ്ങളും അവസാനം അവനെ എത്തിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നർ റജുല ലയസ്ദുഖു ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ഒരു വ്യക്തി സത്യസന്ധനായി അവൻ സത്യം പറഞ്ഞു, കുലിൽ ഹഖ വ ഇൻ കാന മുറ, ചിലപ്പോൾ ആ സത്യം അവൻ പറഞ്ഞതിൻ്റെ പേരിൽ അവൻ എന്തെങ്കിലും ഭൗതികമായ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, അത് കയ്പായേക്കാം, എന്നാലും അവൻ സത്യം പറഞ്ഞു. അങ്ങനെയുള്ള സത്യസന്ധൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സിദ്ദീഖ്, സത്യസന്ധൻ എന്ന് എഴുതപ്പെടുമെന്നാണ്. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ മഹാരഥന്മാരായി പോയവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സത്യസന്ധത വലിയ സ്വാധീനം ചെലുത്തിയതായി നമുക്ക് കാണുവാൻ കഴിയും. കുട്ടിക്കാലം മുതലേ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി മഹാനുഭാവൻ്റെ കുഞ്ഞുകാലത്തുള്ള ഒരു സംഭവം സാധാരണയായി നാം കേൾക്കാറുണ്ട്. കളവു പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ. കൊച്ചുകുട്ടിയായിരിക്കെ ബഗ്ദാദിലേക്ക് വിദ്യാസമ്പന്നതനത്തിന് വേണ്ടി യാത്രയാവുന്ന അദ്ദേഹത്തെയും സംഘത്തെയും കൊള്ളസംഘം പിടികൂടിയപ്പോൾ ആ മഹാൻ കൊള്ളക്കാരുടെ ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം നൽകി. എൻ്റെ വസ്ത്രത്തിൻ്റെ പിൻഭാഗത്ത് എൻ്റെ ഉമ്മ കെട്ടിവെച്ച 40 നാണയങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. എല്ലാവരും ഒളിപ്പിക്കാനും ഒന്നുമില്ല എന്ന് പറയാനും തത്രപ്പെട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കുട്ടി മറുപടി പറഞ്ഞിരിക്കുന്നു. കൊള്ളക്കാരൻ്റെ മുമ്പിൽ ചെന്ന് കൊള്ളക്കാരുടെ നേതാവ് സംസാരിച്ചപ്പോഴാണ് ഉമ്മ കളവ് പറയരുത് എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആ കൊള്ളക്കാരൻ പിൽക്കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ ഉന്നതരായ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സിദ്ദീഖുൽ അക്ബർ, നബി തിരുമേനിയുടെ കൂട്ടുകാരനായിരുന്ന, അനുധാവനത്തിൽ തുല്യതയില്ലാത്ത അനുയായിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നമ്മളെല്ലാവരും സിദ്ദീഖ് എന്നാണ് പറയാറുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ നാമം കിട്ടാനുള്ള കാരണം തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഈ റമളാനിൻ്റെ ഷഅബാനിൻ്റെ മുൻപുള്ള മാസമാണല്ലോ റജബ് 27-ന് ഇസ്രാ മിഅ്റാജ് സംഭവം കഴിഞ്ഞു വന്നു. ആളുകളെല്ലാം നബിയെ അവിശ്വസിച്ച സമയമായിരുന്നു അത്. എല്ലാവരും പ്രവാചകൻ്റെ ഈ ആകാശാരോഹണത്തെ കള്ളമായി കണ്ട് പ്രവാചകനെ ഇങ്ങനെ പരിഹസിച്ച് നടക്കുന്ന ഈ സമയത്താണ് ആളുകൾ അബൂബക്കറിൻ്റെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നത്, അബൂബക്കർ ഇപ്പോൾ എങ്ങനെയുണ്ട്, ബോധ്യമായില്ലേ നിൻ്റെ പ്രവാചകനായ മുഹമ്മദ് കള്ളം പറയുന്നവനാണെന്ന്? എന്തേ? അബൂബക്കർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ, അവൻ ഈ രാത്രിയുടെ ഏതാനും ഭാഗം കൊണ്ട് ആകാശഭൂമികളും അത്ഭുതങ്ങളും കണ്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രവാചകൻ അങ്ങനെ പറഞ്ഞു? അതേ പറഞ്ഞു. എങ്കിൽ പിന്നെ എനിക്ക് സംശയമില്ല, അതിനേക്കാൾ അത്ഭുതകരമാണല്ലോ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹയുമായിട്ട് മാലാഖ എൻ്റെ നബിയുടെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്നത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അതുകൊണ്ട് എനിക്കതിൽ സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ അത് വിശ്വസിച്ചപ്പോൾ, ഈ വിവരമറിഞ്ഞപ്പോഴാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരന് സിദ്ദീഖ്, സത്യസന്ധൻ എന്നു പേര് നൽകിയത്. അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യം പറയുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു നാമം അള്ളാഹു തആല നൽകും എന്നതാണ്. പ്രവാചകർ പറയുന്നു, കള്ളം, നിങ്ങൾ കള്ളം പറയുന്നതിനെ സൂക്ഷിക്കണം. ആ കള്ളം പറയൽ നയിക്കുന്നത് കുറ്റങ്ങളിലേക്കാണ്, തെമ്മാടിത്തരത്തിലേക്കാണ്. വ ഇന്നൽ കദിബ യഹ്ദീ ഇലൽ ഫുജൂർ, കുറ്റങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക്, കള്ളങ്ങളിലേക്ക്, വേണ്ടാത്ത വിചാരങ്ങളിലേക്ക്, ഇതിലേക്കാണ് കള്ളം മനുഷ്യനെ നയിക്കുന്നത്. ഒരു വ്യക്തി ഇങ്ങനെ കള്ളം പറഞ്ഞ് അവസാനം അള്ളാഹുവിൻ്റെ അടുക്കൽ ആ വ്യക്തി കള്ളൻ എന്നെഴുതപ്പെടുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കൂ നിങ്ങൾ, സത്യം പറയുന്ന ആളെ അള്ളാഹു ഇഷ്ടപ്പെടും, അവൻ്റെ മലക്കുകൾ ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യത്തെ സംബന്ധിച്ച് പറഞ്ഞത് അത് ശാന്തിയാണ് എന്നതാണ്. ഫ ഇന്ന സിദ്ഖ തുമഇനീനത്ത്, സത്യം ശാന്തിയാണ്. എൻ്റെ സ്ത്രീകൾ, എൻ്റെ സഹോദരന്മാർ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ സത്യസന്ധത പുലർത്താറുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. ഒരു സ്വഹാബി പറയുന്നുണ്ട്, ഒരിക്കൽ പ്രവാചകർ എൻ്റെ വീട്ടിൽ വന്നു. ഞാനിങ്ങനെ കുട്ടികളോട് കൂടെ കളിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉമ്മ എന്നെ ഇങ്ങനെ വിളിച്ചു. ഞാൻ ചെല്ലാതിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ അടുക്കലേക്ക് വന്നാൽ നിനക്കിതാ ഞാനൊരു സാധനം തരാം എന്ന് പറഞ്ഞപ്പോൾ നബി ആ സഹോദരിയോട് ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾ അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഉണ്ട്. പ്രവാചകർ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു, ഇല്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞതൊരു കള്ളമാണ്. വലിയ കള്ളങ്ങൾ വലിയ കള്ളങ്ങളായി രേഖപ്പെടുത്തപ്പെടുമ്പോൾ ചെറിയ കള്ളങ്ങൾ ചെറിയ കള്ളങ്ങളായി രേഖപ്പെടുത്തപ്പെടും. ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിസ്സാരമായ കാര്യങ്ങളിലുള്ള കളവുകളെക്കുറിച്ച് ഗൗരവതരമായ ഓർമ്മപ്പെടുത്തലാണ് നൽകിയത്. നമ്മളോട് ചോദിക്കും, ചായ വേണോ? നമ്മൾ പറയും വേണ്ട. സത്യത്തിൽ ആ ചായയിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ ആ പറയുന്നത് ഒരു കള്ളമായിട്ടാണ് പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. നമ്മൾ ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരം സംഗതികളിൽ പോലും വരുന്ന കള്ളങ്ങൾ നമ്മൾ ഗൗരവപൂർണമായ ശ്രദ്ധയോടുകൂടെ മാത്രം കാണുക. ആയത്തുൽ മുനാഫിഖി സലാസ, കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 എണ്ണമാണ്. കപടവിശ്വാസി എന്ന് പറയുന്നത് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവുകയില്ല. മുസ്ലിംകളുടെ ഇടയിൽ നിന്ന് കപടമായി വിശ്വാസത്തെ സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ ഇക്കാലഘട്ടങ്ങളിലും അതുണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് 3 അടയാളങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കിടയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും സഹോദരിമാരൊക്കെ അയൽവാസികളോടുള്ള എന്തെങ്കിലും പറയാൻ മടിയുള്ള കാര്യത്തിനോ അതല്ലെങ്കിൽ അവരോട് വെളിപ്പെടുത്താൻ മടിയുള്ള കാര്യത്തിനോ ഒക്കെ കള്ളം പറഞ്ഞുകൊണ്ട് അവരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാവാറുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടെയായിരിക്കണം അതിനെ കാണേണ്ടത്. ഒരു കള്ളം നാം പറയുമ്പോൾ നമ്മുടെ ഇടതുഭാഗത്ത് അതീദ് അലൈഹിസ്സലാം അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ടൊരു ലാഭവും നമുക്കില്ല. എല്ലാ കാര്യങ്ങളും ഇന്ന് കള്ളം പറയലിൻ്റെ, സത്യസന്ധതയുടെ നിരാസത്തിൻ്റെ വഴിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം, എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ കോഴ്സ് ഒരു കച്ചവട മാർഗമായിട്ട് കാണുന്ന ആളുകൾ കുറേ കള്ളം പറഞ്ഞിട്ടാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ അതിലേക്ക് ക്യാൻവാസ് ചെയ്യുന്നത്. ഒരു കച്ചവട പ്രൊഡക്റ്റ്, കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം, നമ്മുടെയൊക്കെ വീട്ടിൽ പലപ്പോഴും
നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങളുടെ വസ്ത്ര കച്ചവടക്കാർ, ചെരുപ്പ് കച്ചവടക്കാർ, പല കച്ചവടക്കാരും വരും. ആ കച്ചവടത്തിൽ പോലും വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും. സത്യം പറയുന്ന കച്ചവടക്കാരൻ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്തസാക്ഷികൾക്ക് കൂടെയാണെന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സത്യസന്ധത നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു മാർഗമായി കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുട്ടികളെയൊക്കെ സത്യം പറയുന്ന മക്കളാക്കി നമ്മൾ വളർത്തണം. ഒരു കള്ളം പറഞ്ഞാൽ, നമ്മുടെയൊക്കെ പഠനകാലത്തുള്ള ഒരു അനുഭവമാണ്. ഉസ്താദുമാരൊക്കെ, പല ഉസ്താദുമാരും ചിലപ്പോൾ ഒരു കുറ്റം ചെയ്താൽ അതിന് നമ്മളെ ശിക്ഷിക്കുന്നില്ല എങ്കിലും ഒരു കള്ളം പറഞ്ഞാൽ അത് പറയരുത്. കാരണം ആ കള്ളം പറയുന്നവനിൽ വിശ്വാസ്യത ഇല്ലാതെയാവുകയാണ്. അതുകൊണ്ട് കള്ളം പറയുന്നവനെ വളരെ വലിയ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് നമ്മുടെയൊക്കെ ഉസ്താദുമാരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു പാഠമാണെന്ന് ഞാൻ സാന്ദർഭികമായി എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉണർത്തുകയാണ്. അതുകൊണ്ട് റമദാനിൻ്റെ ഈ രാവുകളിൽ, ഈ പകലുകളിൽ നമ്മുടെ നാവിലൂടെ നല്ലതു മാത്രമേ പുറത്തേക്ക് വരാവൂ. ആ നല്ലതിൽ സത്യം മാത്രം. സത്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സത്യം ദിക്റുകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലപ്പുറം വേറെ ഒരു സത്യസന്ധമായ വാക്കുകളുമില്ല എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയുന്നതായി ഈ റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും, രാവുകളും, പകലുകളും, നിമിഷങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. സത്യസന്ധത ജീവിതത്തിൻ്റെ മുഖമുദ്രയായി, വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ അടയാളമായി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിഫലിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ വീടിൻ്റെയും ഒക്കെ ഒരു പ്രകാശമായി, വെളിച്ചമായി ഈ സത്യസന്ധതയെ നാം കാണിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത, ജനങ്ങൾ ഇഷ്ടപ്പെടാത്ത, നമ്മളൊക്കെ പലപ്പോഴും ഉപേക്ഷിക്കണമെന്ന് കരുതാറുള്ള എല്ലാ വേണ്ടാവൃത്തികളും ഒഴിവാക്കുവാനും അല്ലാഹു ഇഷ്ടപ്പെടുന്ന, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, വീടിനും നാടിനും സമൂഹത്തിനും ഗുണകരമായ കുറേ നല്ല ചിന്തകളും നല്ല മോഹങ്ങളും നല്ല അഭിലാഷങ്ങളും ജീവിതത്തിൽ സ്ഥിരപ്പെടുത്തുവാനും ഈ റമദാൻ നമ്മെ സഹായിക്കുന്നതാവണം. ഈ സംസാരം ശ്രവിക്കുന്ന ഓരോ സ്ത്രീയുടെയും പുരുഷൻ്റെയും മനസ്സിൽ ഈ ഒരു വിചാരമുണ്ടായാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ സംരംഭം ഏറെ പ്രതിഫലാർഹമാണ് എന്ന കാര്യം സംശയമില്ലാത്തതാണ് എന്നു മാത്രം ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.